ഹായ്, എവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ അടുത്ത മാസങ്ങളിൽ വരാനിരിക്കുന്ന CPO അല്ലെ, സിവിൽ എക്സൈസ് ഓഫീസർ മെയിൽ ആൻഡ് ഫീമെയിൽ, ദെൻ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ്റെ മെയിൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക്കിലെ 20 മാർക്കിൽ നിന്നും ഭാഗത്തിൽ പ്രധാനമായി ചോദിക്കുന്ന 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന ഭാഗത്ത് അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. എന്ത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഓക്കെ, അതായത് സ്പെഷ്യൽ ടോപ്പിക്സിൽ 20 മാർക്കിൽ 2 മാർക്ക് ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? സ്പെഷ്യൽ ടോപ്പിക്സിലെ ഏറ്റവും ചെറിയൊരു ഭാഗമാണ് ഈ പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട്. സോ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ കുറിച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ IRB അല്ലെങ്കിൽ CPO എക്സാമിന് ആത്മാർത്ഥമായി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഓക്കെ, നമ്മുടെ എയിം സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്ന ഈ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മുഴുവൻ മാർക്കിൻ്റെയും വീഡിയോകൾ അടുത്തടുത്ത ഭാഗങ്ങളിലായി നിങ്ങൾക്ക് മുന്നിലേക്ക് എയിം സ്റ്റഡി സെൻറ്റർ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പഠിച്ചു വയ്ക്കാം. ഇവിടെ തന്നെ പഠിച്ചു വയ്ക്കാം അല്ലേ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1872. സോ അതിലെന്ത് ചെയ്യുന്നു, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചോദ്യം നമ്പർ 1 അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്കിവിടെ ഓരോ ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ടാകും. നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, ഓരോ ചോദ്യവും അതിൻ്റെ ഓപ്ഷൻസും പഠിച്ചു പോകാം. ഓക്കെ, ഈ ക്ലാസ് കാണുന്ന എല്ലാവരും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു നോട്ടിൽ ഇതിൻ്റെ ചോദ്യവും ആൻസർ മാത്രം എന്ത് ചെയ്യാം, ഒന്ന് എഴുതിയെടുക്കാനും കൂടെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ക്ലാസ്. സോ എന്ത് പറയുന്നു, ഒന്നാമത്തെ ചോദ്യം പറയുന്നു, എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചത് ഏത് ഭാഷയിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താ പറയുന്നത്, എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചു വയ്ക്കാം. എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചിരുന്നാൽ അത് ലാറ്റിൻ ഭാഷയാണ്. ഓക്കെ, എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ലാറ്റിൻ ഭാഷയാണ്. സോ നമുക്ക് നോക്കുന്നതോ, യെസ്, ഇവിടുത്തെ ആൻസർ വരിക ഓപ്ഷൻ B ആണ് വരിക. ഓക്കെ, ലാറ്റിൻ. ഓക്കെ, അപ്പോൾ എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ്. ക്ലിയർ ആണല്ലോ? വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇവിടുന്ന് ഇട്ടിരിക്കുന്നത്, എക്സ്പെക്റ്റഡ് ചോദ്യങ്ങൾ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പറയുന്നു, ചോദ്യം 2, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അല്ലേ. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പഠിച്ചു വയ്ക്കാം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് സ്റ്റീഫൻ ആണ്. ക്ലിയർ? ഓപ്ഷൻ B ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് അഥവാ ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ജെയിംസ് സ്റ്റീഫൻ ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ എവിഡൻസ് എന്നത് ലാറ്റിൻ ഭാഷയാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാ? ജെയിംസ് സ്റ്റീഫൻ ആണ്. ക്ലിയർ? ദെൻ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം നമ്പർ 3, ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് എന്ന്? 1872 മാർച്ച് 15, 1872 സെപ്റ്റംബർ 1, 1872 മാർച്ച് 1, 1872 മാർച്ച് 18. ഓക്കെ, അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നതുകൊണ്ട് അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓക്കെ പാസ്സാക്കിയ വർഷവും ഈ 2 ഇയറുകളെ കുറിച്ചാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എവിടെ? ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഓക്കെ, അവിടെ ചോദ്യം ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അതായത് 1872 ഓക്കെ സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ക്ലിയർ? അപ്പോൾ 1872 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നതെങ്കിൽ ഓക്കെ 1872 സെപ്റ്റംബർ 1-നാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത്.
ഓക്കെ, അപ്പോൾ എന്നാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്ലിയർ, അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും വരിക. 1872 മാർച്ച് 15-നാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ത് ചെയ്തത്? പാസ്സാക്കിയത്. ക്ലിയർ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് എപ്പോൾ? ആൻസർ 1872. ഓർത്ത് വെക്കാം, അതായത് വർഷം സെയിം ആണ് അല്ലെ. സെപ്റ്റംബർ 1-നാണ് എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ഓക്കെ, സെപ്റ്റംബർ 1-ന് നിലവിൽ വന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത്, ക്ലിയർ, പാസ്സാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വരും മാർച്ച്, ഇയർ സെയിം ആണ് അല്ലെ, 1872 മാർച്ച് 15-നാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത്. നിലവിൽ വന്നത് സെപ്റ്റംബർ 1-ന്, ഇയർ സെയിം തന്നെയാണ് 1872. ക്ലിയർ ആവുന്നല്ലോ. ദെൻ നമ്മൾ എന്ത് പോകുന്നു? 4-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, 4-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ അഥവാ ആകെ ചാപ്റ്റേഴ്സ് അല്ലെ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ, ആകെ അധ്യായങ്ങൾ എത്രയാണ്? 3 ആണോ, 5 ആണോ, അല്ലെങ്കിൽ 12 ആണോ, 11 ആണോ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ എത്രയാണ്? പഠിച്ചു വെക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ 11 അധ്യായങ്ങളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഉള്ളത്. ഓക്കെ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ചാപ്റ്ററുകളുടെ അധ്യായങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 11 അധ്യായങ്ങളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പ്രതിപാദിക്കുന്ന ആകെ അധ്യായങ്ങൾ എത്രയാണ്? 11 അധ്യായങ്ങളെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ക്ലിയർ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ 11. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം നമ്പർ 5. ഓക്കെ, ചോദ്യം നമ്പർ 5-ാമത്തെ ചോദ്യം പറയുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? അഥവാ പാർട്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിക്കുക. എത്ര പാർട്ടായിട്ടാണ് ഇന്ത്യൻ എവിഡൻസ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ അധ്യായങ്ങൾ അല്ലെ, ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. ചാപ്റ്റേഴ്സ് ആണ് എത്രയായി പറഞ്ഞത്? 11 പറഞ്ഞത്. ഓക്കെ, അത് അധ്യായങ്ങൾ, ചാപ്റ്ററുകൾ അല്ലെ. ചാപ്റ്റേഴ്സ് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 11 ആണ്. ഇവിടെ പറയുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ, പാർട്സ്. ഓക്കെ, പാർട്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, ഭാഗങ്ങളുടെ എണ്ണം, പാർട്സിന്റെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 3 ഭാഗങ്ങളെ കുറിച്ചാണ്. 3 ഭാഗങ്ങളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് ഉള്ളത്. ക്ലിയർ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണമാണ് എത്ര? ഈ പറയുന്ന 3. ഓക്കെ, അപ്പോൾ അധ്യായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 11 അല്ലെ, ഭാഗങ്ങൾ, പാർട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 3 ആണ്. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം നമ്പർ 6-ലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താ പറയുന്നു? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നതാണ് പറയുന്നത്. ഓക്കെ, അതായത് വസ്തുക്കളുടെ പ്രസക്തി ഉണ്ട്, തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവുമുണ്ട്, ദെൻ തെളിവിനെ സംബന്ധിച്ചത് എന്നതും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഓരോ ഓപ്ഷൻ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറഞ്ഞു ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ആകെ 3 ഭാഗങ്ങളാണുള്ളത്. ആ 3 ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ ചോദ്യത്തിന് ആൻസറായി വരുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ഭാഗങ്ങൾ, 1, 2, 3 ഭാഗങ്ങളായിട്ടാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ പഠിച്ചു നോക്കാം ഏതൊക്കെയാണ് ആ 3 ഭാഗങ്ങൾ നോക്കാം. ഒന്നാമത്തെ പറയുന്നു വസ്തുക്കളുടെ പ്രസക്തിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 1-ാമത്തെ ഭാഗമാണ്. ഓക്കെ, വസ്തുക്കളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 1 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ വസ്തുക്കളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണിത്, ഭാഗം 1 കേട്ടോ. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇവയെല്ലാം, ഈ 3 എണ്ണവും ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളാണ്. അവൾ പറഞ്ഞു 3 എണ്ണമുണ്ട്, അവ ഏതെന്നാണ് നമ്മൾ ഇവിടെ നിന്ന് വിശദീകരിക്കുന്നത് ചെയ്യുന്നത്. സോ വസ്തുക്കളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 1. ക്ലിയർ ആണല്ലോ. അടുത്ത് പറയുന്നു ഓപ്ഷൻ ബി, തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലത്തെയും കുറിച്ച് പറയുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 3-ലാണ് എന്ത് ചെയ്യുന്നത്? തെളിവ് ഹാജരാക്കലും
അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നല്ലേ ഉള്ളൂ അല്ലേ? തെളിവിനെ സംബന്ധിച്ചിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് എന്ത്? 2 പറയുന്നത്. ഓക്കെ, തെളിവിനെ സംബന്ധിച്ച് കുറിച്ച് പറയുന്ന ഭാഗമാണ് ഭാഗം 2. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 കാര്യമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എത്ര ഉണ്ട് ചോദിച്ച് നമുക്ക് പറയാം. 3 ഭാഗങ്ങളാണ് പറയാം. ഓക്കെ, അപ്പോൾ ഭാഗം 1 എന്തിനെ കുറിച്ച് പറയുന്നു? വസ്തുക്കളുടെ പ്രസക്തിയെ കുറിച്ച് പറയുന്നു. ഭാഗം 3 പറയുന്നു തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലത്തെയും കുറിച്ച് പറയുന്നു. ദെൻ ഭാഗം 2 പറയുന്നു തെളിവിനെ സംബന്ധിച്ചതാണ്. അപ്പൊ ഇതിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം പോലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ചിലപ്പോൾ ഇതിൽ ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെ ആഡ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വസ്തുക്കളുടെ പ്രസക്തി 1, തെളിവ് ഹാജരാക്കൽ അതിന്റെ ഫലവും 3, തെളിവിനെ സംബന്ധിച്ചത് 2. സോ ഇവിടുത്തെ ആൻസർ എന്താ? മുകളിൽ പറഞ്ഞവയെല്ലാം എന്താ ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതായിരുന്നു 6ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LPUP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LPUP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ചോദ്യം നമ്പർ 7. ക്ലിയർ? ചോദ്യം നമ്പർ 7. ഓക്കെ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം തെളിവുകൾ എത്ര തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറഞ്ഞാൽ അതിൽ തെളിവ് അല്ലെ, അതായത് ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിക്ക് ഏറ്റവും ആവശ്യമായ സാധനം എന്ത് തന്നെയാണ്? തെളിവ് അല്ലെ. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യൻ നിയമത്തിൽ എന്ത് ചെയ്യുന്നു? ശിക്ഷകൾ നൽകുന്നതും നൽകപ്പെടാതിരിക്കുകയും ചെയ്യുന്നത്. സോ അതാണ് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം തെളിവുകൾ എത്ര തരം ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, തെളിവുകൾ. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കാം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം തെളിവുകൾ എത്ര തരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ. 9 തരത്തിലുള്ള തെളിവുകളെ കുറിച്ചാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പ്രതിപാദിക്കുന്നത്. ക്ലിയർ? 9 തരത്തിലുള്ള തെളിവുകളെ കുറിച്ചാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എത്ര തെളിവുകളുണ്ട്? 9 തെളിവുകളാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? ക്ലിയർ? ഈ പറയുന്ന 9 തെളിവുകളെ കുറിച്ചാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്നത്. അതായത് ഡയറക്റ്റ് എവിഡൻസ്, ഓറൽ എവിഡൻസ്, റിയൽ എവിഡൻസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, ഹിയർസേ എവിഡൻസ്, ഡോക്യുമെൻ്ററി എവിഡൻസ്, പ്രൈമറി എവിഡൻസ്, സെക്കൻഡറി എവിഡൻസ്, ദെൻ കൺക്ലൂസീവ് എവിഡൻസ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 9 എവിഡൻസുകളെ കുറിച്ചാണ് നമുക്ക് എവിടെ പറയുന്നത്? ഇന്ത്യൻ തെളിവ് നിയമം 1872 പറയുന്നത്. ഓക്കെ, അതായത് ഈ 9 തെളിവുകളെ കുറിച്ചും വ്യക്തമായി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കാനുണ്ട്. സോ നമ്മളിവിടെ എക്സ്പെക്റ്റഡ് ചോദ്യങ്ങളുടെ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് നോക്കി പോകാം അല്ലേ. എന്താണ് ഡയറക്റ്റ് എവിഡൻസ്? ക്ലിയർ? അതുപോലെ ഓറൽ എവിഡൻസ്, റിയൽ എവിഡൻസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, ഹിയർസേ എവിഡൻസ്, ഡോക്യുമെൻ്ററി എവിഡൻസ്, പ്രൈമറി എവിഡൻസ്, സെക്കൻഡറി എവിഡൻസ്, ദെൻ കൺക്ലൂസീവ് എവിഡൻസ്. ഇതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്ന 9 തെളിവുകളെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ എത്ര തരം തെളിവുകളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, 9 തരം തെളിവുകളെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. ചോദ്യം നമ്പർ 8ാമത്തെ ചോദ്യം. ചോദ്യം നമ്പർ 8 എന്താ പറയുന്നത്? കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാവുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാവുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവ് ഏതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് റിയൽ എവിഡൻസ് ആണോ, ഹിയർസേ എവിഡൻസ് ആണോ, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണോ, അല്ലെങ്കിൽ ഓറൽ എവിഡൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കാം.
കോടതിയിൽ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിന് പറയുന്ന പേരാണ്. ഓക്കെ, ഇത് ഓരോ തെളിവുകളെ കുറിച്ച് നമുക്ക് പഠിച്ചു വെക്കണം. നമ്മളിവിടെ എന്ത് ചെയ്യും, ഈ 4 തെളിവിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്താ പറയുന്നത്, കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാവുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിന് പറയുന്ന പേരാണ് റിയൽ എവിഡൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിയൽ എവിഡൻസ് പറഞ്ഞാൽ എന്താ, കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാവുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കാം, റിയൽ എവിഡൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി എന്താണ് ഹിയർസേ എവിഡൻസ് അല്ലേ? അതായത് ഒരു സംഭവത്തിനെ കുറിച്ച് ഒരാൾ പറഞ്ഞത് കേട്ടത് വീണ്ടും പറയണം അല്ലെ, ഒരാൾ പറഞ്ഞത് കേട്ടത് കൊണ്ട് ആ കേട്ടത് മറ്റൊരാളോട് പോയി പറയുന്നതാണ് എന്ത്, ഹിയർസേ എവിഡൻസ് എന്ന് അല്ലെ. അതായത് ഹിയർ സേ, പറഞ്ഞത് കേട്ടുകൊണ്ട് പോയി പറയുന്ന കാര്യത്തിന് എന്താ പറയാം, ഹിയർ സേ എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അല്ലെ? അതായത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന തെളിവുകളാണ് ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയാം. ഓക്കെ, ഉദാഹരണം നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും കളവിന് പോവുകയാണ്. ഓക്കെ, അതായത് മൊബൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ സ്വർണ്ണക്കടകളിലൊക്കെ കളവിന് പോകുമ്പോൾ അല്ലെ എന്ത് ചെയ്യും, ആ സാഹചര്യത്തിന് അനുസൃതമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ കള്ളനെ പിടികൂടാറുള്ളത്. ഓക്കെ, അപ്പോൾ പറയല്ലേ പോലീസുകാർ, നമ്മൾ സിനിമകളിലൊക്കെ പലപ്പോഴും കാണുന്നതാണ്, സാഹചര്യത്തിന് അടിസ്ഥാനത്തിലാണ് നിന്നെ എന്ത് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് പറയുമ്പോൾ സാഹചര്യത്തിന് അടിസ്ഥാനത്തിലുള്ള തെളിവുകളെ പറയുന്നതാണ് എന്ത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന്. ദെൻ ഓറൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ വാമൊഴിയാൽ കൊടുക്കുന്ന എവിഡൻസിനെയാണ് എന്ത് പറയുന്നത്, ഓറൽ എവിഡൻസ് അല്ലെ, വാമൊഴി ഓറൽ. ഓക്കെ, അപ്പോൾ ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത് എന്താ, വാമൊഴിയാൽ കൊടുക്കുന്ന എവിഡൻസിനെയാണ് നമ്മൾക്ക് എന്ത് പറയുന്നത്, ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. ഇവിടെ ചോദിച്ച എന്താണ്, ഓർത്തു വെക്കാം, കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ, ഈ ഒരു പോയിന്റ് ഇവിടെ ഓർത്തു വെക്കാം. ഓക്കെ, നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിന് നമുക്ക് എന്ത് പറയാം, റിയൽ എവിഡൻസ്. ഓക്കെ, റിയൽ എവിഡൻസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഓക്കെ, അത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ 9 തരത്തിലുള്ള എവിഡൻസുകളുണ്ട്. ഡയറക്റ്റ് എവിഡൻസ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കണ്ട ഒരു കാര്യത്തിന്, ഓക്കെ, ഉദാഹരണം ഒരു കൊലപാതകം നമ്മൾ കണ്ടു അല്ലെ, അതുമായി കോടതിയിൽ പറയുന്ന മൊഴിയാണ് ഈ ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് വരിക. ഓക്കെ, ദെൻ ഓറൽ എവിഡൻസ് പറയുമ്പോൾ എന്ത് വരും, നമ്മൾ പറഞ്ഞല്ലോ വാമൊഴിയാൽ കൊടുക്കുന്നതാണ് ഓറൽ എവിഡൻസ്. റിയൽ എവിഡൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്, എന്താ ജഡ്ജിക്കോ മജിസ്ട്രേറ്റോ നേരിട്ട് മനസ്സിലാവുന്ന വിധത്തിൽ കൊടുക്കുന്നത്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് പറഞ്ഞാൽ എന്താ, സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകളാണ്. ഹിയർസ് എവിഡൻസ് ഒരാൾ പറഞ്ഞത് കേട്ടുകൊണ്ട് പോയി പറയുന്നതാണ് എന്ത്, ഹിയർസ് എവിഡൻസ്. ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറയുന്നത് അല്ലെ, നമുക്ക് എവിഡൻസ് എന്ത് ചെയ്യും, ഡോക്യുമെന്ററി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ദെൻ പ്രൈമറി എവിഡൻസ്, ഈ ഡോക്യുമെന്ററി എവിഡൻസിനെ 2 ആയിട്ടാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് പ്രൈമറി എവിഡൻസും വേറെ സെക്കൻഡറി എവിഡൻസും, പിന്നെ കൺക്ലൂസീവ് എവിഡൻസിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പ്രൈമറി എവിഡൻസ്, എന്താ സെക്കൻഡറി എവിഡൻസ്, ഡോക്യുമെന്ററി എവിഡൻസിനെ വീണ്ടും സെപ്പറേഷൻ ചെയ്തിരിക്കുന്നതാണ് ഈ പ്രൈമറി എവിഡൻസ് എന്നും അതുപോലെ തന്നെ സെക്കൻഡറി എവിഡൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് ചോദ്യങ്ങളായതുകൊണ്ട് ആ ഭാഗം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്, ഓക്കെ, ഇതിൻ്റെ പുറകിൽ തന്നെ എയിംസിൻ്റെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം.